ലൂക്കായുടെ സുവിശേഷം 4:18-20. യേശു തൻ്റെ പ്രേക്ഷിത ദൗത്യം ലോകത്തിന് പരിചയപ്പെടുത്തി. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈ വചനം എഴുതപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ആർക്കോ ഉണ്ടായിരുന്ന കടുത്ത തലവേദന കർത്താവ് സുഖപ്പെടുത്തിയതായിട്ടൊരു സന്ദേശം നൽകിയിരുന്നു. ആർക്കാണ് കടുത്ത തലവേദന ഉണ്ടായിരുന്നു? ഇവിടെ പാട്ടുപാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ സൗഖ്യം കിട്ടി. ഇപ്പോൾ തലവേദന ഇല്ല. കൈപൊക്കിക്കേ. ആരെങ്കിലും തിരിച്ചറിഞ്ഞെങ്കിൽ കൈ വീശി കാണിക്കുക. 4 പേര് കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇരുന്നേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിക്കൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. 3 ദൈവവചനമുള്ള ഒരു പ്രാർത്ഥന, അതോടൊപ്പം ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയും. അങ്ങനെ 4 ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചൊല്ലിയ ആ പ്രാർത്ഥനയ്ക്കുള്ളത്. 3 ദൈവവചനങ്ങള്. 1, ഗബ്രിയേൽ മാലാഖ പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട് കന്യാമറിയത്തിന് നൽകിയ സന്ദേശം. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് thee. നന്മ നിറഞ്ഞ മറിയമേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട ദൈവവചനമാണ്. അടുത്ത വചനം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് പറഞ്ഞു, സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയേ, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോയും വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തപ്പെട്ട സന്ദേശവും അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. 3, പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് പറഞ്ഞു താൻ കന്യകാമറിയത്തോട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വരുവാൻ
എനിക്കെന്ത് യോഗ്യത, കർത്താവിൻ്റെ അമ്മ എന്ന് കന്യകാ മറിയത്തെ തന്റെ ഇളയമ്മയായ എലീശ വിളിച്ചു. 3 ദൈവവചനം സമ്മേളിക്കുന്ന ഒരു പ്രാർത്ഥന. ഇനി അടുത്തത് ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതെങ്ങനെയാണ്? ശുദ്ധവാന മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ 700 കോടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപികളും രോഗികളും ദുഃഖിതരും ബന്ധിതരും ബലഹീനരുമായ കോടാനുകൂടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന 3 ദൈവവചനവും ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും സമ്മേളിക്കുന്ന ഈ പ്രാർത്ഥന നമ്മൾ ഉരുവിടുമ്പോൾ അവിടെ പരിശുദ്ധാത്മാഭിഷേകം കടന്നു വരുന്നുണ്ട്. പൈശാചിക പീഡകൾ നിർവീര്യമാകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ വലതുകരം ഉയർത്തി നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണ് കന്യകാമറിയം. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ഉത്ഭവത്തിൽ തന്നെ നിർമ്മലയായി ജനിക്കുവാൻ ദൈവം അനുവദിച്ച പരിശുദ്ധ മറിയം. 150 കൊല്ലങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലെ ലൂർദില് ബെർണർദീത്ത എന്ന ഒരു കൊച്ചു ഗ്രാമീണ കന്യകയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഐ ആം ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ. അമലോത്ഭവയായ മാതാവാണ് ഞാൻ. മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനില് ഇപ്രകാരം എഴുതിയിട്ടുണ്ടത്രേ: ലോകത്തിൽ 2 വ്യക്തികളുടെ മേൽ പിശാചിന് അധികാരമില്ല. അത് 1 യേശുവും 2 മറിയവുമാണ്. കാരണം അവരിൽ പാപമില്ല. ബാക്കിയുള്ള സകല മനുഷ്യരും ജനിക്കുന്നത് തന്നെ ജന്മപാപത്തോടു കൂടിയാണ്. അതിനാല് ശിശുവായിരിക്കുമ്പോൾ തന്നെ മാമുദീസ നൽകുന്നതിന്റെ പിന്നിലെ പദ്ധതി ഇതാണ്: ജന്മപാപവും ഉണ്ടെങ്കിൽ കർമ്മപാപവും. പ്രായപൂർത്തിയായവര് മാമുദീസ സ്വീകരിക്കുകയാണെങ്കിൽ കർമ്മപാപമുണ്ട്, അവര് തന്നെ ചെയ്ത പാപം. അല്ലെങ്കിൽ ജന്മപാപമേ ഉള്ളൂ. ജന്മപാപവും ഉണ്ടെങ്കിൽ കർമ്മപാപവും നീക്കി നമ്മെ ദൈവത്തിന്റെ മക്കളും സ്വർഗരാജ്യത്തിന്റെ അവകാശികളും ആക്കുന്ന ഉദാശയാണ് മാമോദീസ. പ്രൈസ് ദി ലോർഡ്. എല്ലാ മനുഷ്യരും പാപികളാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കി 14-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. 1 മുതൽ 4 വരെയുള്ള വചനങ്ങള്. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കി കണ്ട കാഴ്ച വേദനാകരമായിരുന്നു. നന്മ ചെയ്യുന്ന ഒരുവൻ പോലുമില്ല. ദൈവത്തെ തേടുന്നവരില്ല. എല്ലാവർക്കും ഭക്തിയുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവ തിരുവിഷ്ടം വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടിയായിരിക്കണമെന്നില്ല. ദൈവ സ്വരം ശ്രവിച്ച് ദൈവ തിരുവിഷ്ടം വിവേചിച്ചറിഞ്ഞ് അതനുസരിക്കുന്ന ദൈവദാസരായി തീരുവാനായിരിക്കണമെന്നില്ല മനുഷ്യന്റെ പരിശ്രമം.
യെശയ്യാ 53:6 പറയുകയാണ്, ഓരോരുത്തരും ആടുകളെ പോലെ താങ്കളുടെ വഴിക്ക് പോയി, സ്വന്തം ഇഷ്ടത്തിന്റെ പിന്നാലെ പോയി. ഓരോരുത്തരും ആടുകളെ പോലെ താങ്കളുടെ വഴിക്ക് പോയി. എവിടെയാണ് കൂടുതൽ സുഖവും സൗകര്യവും സ്വാതന്ത്ര്യവും കൂടുതൽ പണവും എല്ലാം ലഭിക്കുന്നത്? ആ ദിക്കിലേക്ക് മനുഷ്യഹൃദയം ഒഴുകിപ്പോവുകയാണ്. ദൈവമേ, ഞങ്ങൾ എവിടെയായിരിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്? ഏതു സ്ഥലത്ത് എന്തു തരത്തിലുള്ള ഒരു ശുശ്രൂഷ ചെയ്യണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ എൻ്റെ തന്നെ സൃഷ്ടിയല്ല, എൻ്റെ മാതാപിതാക്കന്മാരുടെ സൃഷ്ടിയുമല്ല. പിന്നെയോ ദൈവം എന്നെ സൃഷ്ടിച്ചു എൻ്റെ മാതാപിതാക്കന്മാരിലൂടെ. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം ദൈവ തിരുവിഷ്ടം, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അന്വേഷിച്ച് കണ്ടെത്തി പൂർത്തിയാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി? പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ പറയുന്നു, വിഷപ്പാമ്പിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്നോടിയകലുവിൻ. വിഷപ്പാമ്പിൽ നിന്ന പോലെ പാപത്തിൽ നിന്നോടിയകലുവിൻ. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ വിഷപ്പല്ലുകളാണ്. പാപത്തിൽ നിന്ന് ഓടിയകലണം. വാശി വൈരാഗ്യ വിദ്വേഷങ്ങൾ ഉപേക്ഷിക്കണം. യേശു ക്രിസ്തു എങ്ങനെ തന്റെ ശത്രുക്കളെ അനുഗ്രഹിച്ചുവോ അവരോട് പ്രതികാരം ചെയ്യാതെ കുരിശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പാപം വെറുത്തുപേക്ഷിക്കുക, എല്ലാ വാശി വൈരാഗ്യങ്ങളും ഉപേക്ഷിക്കുക. ദൈവം അയച്ച തന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ മുഴുവൻ ജീവിതത്തിന്റെ നാഥനും നായകനും ഭരണകർത്താവുമായി സ്വീകരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജോവേൽ പ്രവാചകനിലൂടെ ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അരുളി ചെയ്തു, അന്ത്യനാളുകളിൽ ഇതു സംഭവിക്കും, എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് പരിശുദ്ധാത്മാവിൽ നമ്മുടെ ജീവിതം വിശുദ്ധീകരിച്ച് നവീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ശ്രേഷ്ഠ വിശുദ്ധ ജീവിതം നമുക്ക് നൽകാൻ ദൈവം അഭിലഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ത്യനാളുകളിൽ ഇതു സംഭവിക്കും, എന്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ അയക്കും. നിങ്ങളുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും, വചനപ്രഘോഷണം നടത്തും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. സ്വപ്നത്തിലൂടെ ദൈവം സന്ദേശങ്ങൾ നൽകും, വെളിപ്പെടുത്തലുകൾ നൽകും.
ഏതാനും നാളുകൾക്ക് മുമ്പ് യൂറോപ്പിൽ ധ്യാനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസാനം ഒരാഴ്ച റോമിൽ ധ്യാനമുണ്ടായിരുന്നു. തലയാഴ്ച ഞങ്ങൾ ഓസ്ട്രിയയുടെ തലസ്ഥാനമായി വിയന്നയിലായിരുന്നു. വിയന്നയിലെ കർദിനാള് ഞങ്ങളുടെ വിൻസെൻഷ്യൻ സഭയ്ക്ക് ഒരു പള്ളിയും ചുറ്റുമുള്ള കെട്ടിടങ്ങളും ഏൽപ്പിച്ചു തരികയാണ്. അവിടെ ആരും പള്ളിയിൽ വരുന്നില്ല, പള്ളിക്ക് പുറത്താണ് അവരുടെ ജീവിതം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി 2 വിൻസെൻഷ്യൻ വൈദികരെ വിളിച്ച് അവിടെ താമസിപ്പിക്കുന്നു. ചുറ്റുമുള്ള കെട്ടിടങ്ങൾ കർദിനാളും അവിടുത്തെ മുനിസിപ്പാലിറ്റിയും ചേർന്ന് പണിത് കൊടുക്കുന്നു. അത് 42ാമത്തെ സെന്ററാണ് വിൻസെൻഷ്യൻ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന പോട്ടാ ശുശ്രൂഷ തുടങ്ങിയ ശേഷം. പിന്നെ ഞങ്ങൾ പോയത് റോമിലേക്കാണ്. റോമില് ഒരു ദിവസം കാലത്ത് 4 മണിക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നല്ല വെള്ളി പ്രകാശം ഇങ്ങനെ കുത്തി ഒഴുകുന്നത് ഒരു ദർശനത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഞാൻ ഒരു പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചു. ഞങ്ങൾക്ക് 42 സെന്റർ നൽകി, അതിൽ 48 ആക്കി തരണമേ. അങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ നടത്തി. കാലത്ത് 4 മണിക്കാണ്. അപ്പോഴാണ് ഒരു ശക്തമായ ഒരു നദീജല പ്രവാഹം പോലെ വെള്ളി പ്രകാശം ഇങ്ങനെ കുത്തി ഒഴുകുന്നത് ഞാൻ കണ്ടത്. എന്നിട്ട് ഞാനൊരു സ്വരവും കേട്ടു. 48 അല്ല, 48,000 സെന്റർ അല്ലെങ്കിൽ ശുശ്രൂഷകളാണ് ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. കേരളത്തിൽ ഇപ്പോൾ അനേകം ധ്യാനമന്ദിരങ്ങളുണ്ട്. അതുപോലെയുള്ള ശുശ്രൂഷകള് മറ്റു രാജ്യങ്ങളിലും ദൈവം സമാരംഭിക്കും. എന്തിനു വേണ്ടി? എല്ലാവരും ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കുന്ന, യേശുവിൽ പുതിയ സൃഷ്ടിയാകുന്ന ആത്മീയ രൂപാന്തരീകരണം ജനകോടികൾക്ക് ലഭിക്കണം. അവർ ദൈവവചനം കേൾക്കുവാൻ ലക്ഷോപലക്ഷം വചന പ്രഘോഷകരെയും പ്രേക്ഷിത ശുശ്രൂഷകരെയും ദൈവം അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. ലൂക്കായുടെ സുവിശേഷം 3:6 ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണും. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം, 2 പത്രോസ് 3:9. ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണം, പശ്ചാത്തപിക്കണം, പാപം വെറുത്തുപേക്ഷിക്കണം, ദൈവത്തിലേക്ക് പിന്തിരിയണം, ദൈവവചനം കേൾക്കുവാൻ തൽപരരാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറമ്യാ പ്രവചനം 29:11 മുതൽ 14 വരെ ദൈവം അരുളി ചെയ്യുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. എന്താണ് ആ പദ്ധതി? പാപം വെറുത്തുപേക്ഷിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ശ്രേഷ്ഠ ജീവിതത്തിന്റെ ഉടമകളാകണം നമ്മൾ. ക്രിസ്തുവിന് മുമ്പ് 600 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന എസെക്കിയേൽ പ്രവാചകനിലൂടെ
ദൈവം അരുളി ചെയ്യുന്നു. എസെക്കിയേൽ 36:25-27 ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. ദൈവവചന പ്രഘോഷണമാകുന്ന ശുദ്ധജലം ഞാൻ നിങ്ങളുടെ മേൽ തളിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. നിങ്ങളിലെ വിഗ്രഹങ്ങളെ, ദ്രവ്യാഗ്രഹമാകുന്ന വിഗ്രഹം, അതിമോഹവും അത്യാഗ്രഹവുമാകുന്ന വിഗ്രഹം, അഹങ്കാരം, മറ്റു ദുശീലങ്ങൾക്കുള്ള അടിമത്തം, പാപബന്ധനങ്ങൾ, ഇവ ഞാൻ നീക്കം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. മാംസളമായ ഒരു ഹൃദയം. ദൈവവചനം കേൾക്കുമ്പോൾ ജ്വലിക്കുന്ന ഒരു ഹൃദയം, ദൈവസ്നേഹം നിറയുന്ന ഒരു ഹൃദയം, പരസ്നേഹം, മനസ്സലിവുള്ള സ്നേഹം നിങ്ങളിൽ ഞാൻ ചൊരിയും. എന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ ഞാൻ നിവേശിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ അവിടുന്ന് അത് പൂർത്തിയാക്കും. കാരണം അവിടത്തേക്കുള്ള ഒരു വിശേഷ സ്വഭാവ വൈശിഷ്ട്യമാണ് വിശ്വസ്തത. തൻ്റെ വാക്കുകളോട്, തൻ്റെ വാഗ്ദാനങ്ങളോട് അവിടുന്ന് വിശ്വസ്തനായിരിക്കും. അവിടുന്ന് വാക്കുമാറാത്തവനാണ്. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ജോബ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയുവാൻ ആർക്കും കഴിയുകയില്ലെന്നും ഞാൻ അറിയുന്നു. ജോബ് 42:1. അങ്ങേക്കെല്ലാം സാധിക്കും, അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയുവാൻ ആർക്കും തടയുവാൻ സാധിക്കുകയില്ല. 1966 അമേരിക്കയിലെ ഡൂക്കെയിൻ സർവകലാശാലയില് ഏതാനും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പഠന വിധേയമാക്കുകയാണ്. അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നതും പന്തക്കുസ്ത ദിവസം 120ഓളം ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും ഒന്നിച്ചായിരിക്കുമ്പോൾ തീനാവുകളുടെ രൂപത്തിൽ അവരെല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അവർ ദൈവത്തെ സ്തുതിക്കുകയും വലിയ സന്തോഷത്തോടെ അവർ അന്യഭാഷയിൽ, മറുഭാഷയിൽ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭോപ്പാലില് 3000 പേരുടെ കൺവെൻഷൻ. ആദ്യത്തെ 2 ദിവസങ്ങളിലും ധാരാളം രോഗശാന്തികളൊക്കെ
സാക്ഷ്യപ്പെടുത്തിയത് കണ്ട 40 വയസ്സുള്ള ഒരു മുസ്ലിം സഹോദരൻ തൻ്റെ ഉള്ളില് ഇങ്ങനെ പറഞ്ഞു, നാളെ എൻ്റെ അനുജനെ ഞാൻ കൊണ്ടുവരും. 18 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന മുഹമ്മദ് റാഫി പിറ്റേ ദിവസം 9 മണിക്ക് മുമ്പ് സ്റ്റേജിന്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ കിടത്തി കഴിഞ്ഞു. 9 തൊട്ട് 10 വരെ പാട്ട്, ജപമാല, പ്രൈസ് ആൻഡ് വർഷിപ്പ്. 10 തൊട്ട് 11 വരെ വചനപ്രഘോഷണം. 11 തൊട്ട് 12 വരെ മറ്റൊരു വചനപ്രഘോഷണം. 12 തൊട്ട് 1 മണി വരെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധന. ജീവനുള്ള ദൈവം അപ്പത്തിന്റെ രൂപത്തിൽ വിശുദ്ധ കുർബാനയിൽ തിരു ഓസ്തിയിൽ അരുളിക്കയിൽ എഴുന്നള്ളിച്ചു വെച്ച് ആരാധിക്കുകയും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആരാധനയുടെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് റാഫി കയ്യും കാലും ശക്തി പ്രാപിച്ച് തന്നെത്താൻ ഇരുന്നു. എഴുന്നേക്കാൻ തുടങ്ങി. തന്നെത്താൻ എഴുന്നേറ്റു. വെച്ച് 3000 പേരുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാണിക്കുന്ന രംഗം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ന് 7 മണിക്ക് കാലത്ത് ടീം അംഗങ്ങൾ ഞങ്ങൾ ജപമാല ചൊല്ലി മധ്യസ്ഥം വഹിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് 2-3 പുതിയ വാക്കുകൾ കിട്ടി. ലംബി 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 പെടൽ ലംബി. ഏതു ഭാഷയെന്നറിയില്ല. ഈ വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് നാവിൽ കിടന്ന് അടിക്കാൻ തുടങ്ങി. ലംബി 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 പെടൽ ലംബി. ഞങ്ങൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇത് ഏതു ഭാഷയാ? ഇനി അർത്ഥം എന്താ? അർത്ഥമൊന്നും പറഞ്ഞു തന്നില്ല. ഇത് വലിയ അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള ഭാഷാവരമെന്ന് മാത്രം പറഞ്ഞു തന്നു. അന്നാണ് മുഹമ്മദ് റാഫി എഴുന്നേറ്റ് നടന്നത്. അമേരിക്കയില് ന്യൂജേഴ്സിയില് ഒരു അമേരിക്കൻ പള്ളിയിലേക്ക് ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. ഒരു മലയാളി ഞങ്ങളെ വാനിൽ വഹിച്ചുകൊണ്ട് പോകുന്നു. പള്ളി അടുക്കാറായപ്പോഴത്തേക്ക് പെട്ടെന്ന് ലംബി 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 പെടൽ ലംബി എന്നോ വാക്ക് നാവൊക്കെ കിടന്ന് അടിക്കാൻ തുടങ്ങി. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. പള്ളി നിറച്ച് വെള്ളക്കാരുണ്ടായിരുന്നു, കൈയും കാലും തളർന്നവരുണ്ടായിരുന്നു. അങ്ങനെയുള്ള 7 തളർവാദ രോഗികൾ സുഖപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷം